അടുത്തതായിട്ട് ഈ 3 സീനുകളെയും ഒരുമിച്ച് ചേർത്ത് ഒറ്റ വീഡിയോ ആയിട്ട് മാറ്റാനുണ്ട്. അതിന് ഉപയോഗിക്കുന്നത് Kdenlive എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. Kdenlive ഓപ്പൺ ചെയ്യുകയാണ്. Kdenliveന്റെ ഈ ഭാഗത്തേക്കായിട്ട് നമ്മൾ പ്രൊജക്റ്റ് പിന്നിലേക്കായിട്ട് എല്ലാം കൊണ്ടുവരികയാണ്. 3 വീഡിയോസും കൊണ്ടുവരുന്നു. അതിനുവേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തതിനു ശേഷം ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്യുന്നു. ഡെസ്ക്ടോപ്പിലെ സീൻ 1, സീൻ 2, സീൻ 3 എന്നിവ ഒരുമിച്ച് സെലക്ട് ചെയ്യുന്നു. ഓക്കെ കൊടുക്കുന്നു. 3 സീനുകളും വന്നിട്ടുണ്ട്. ഇനി താഴേക്ക് കാണുന്ന V1 V2 എന്ന് പറയുന്നതാണ് നമ്മുടെ ട്രാക്കുകൾ. ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതൊന്ന് ചെറുതാക്കി വയ്ക്കുന്നു. തുടർന്ന് ഓരോ സീനായിട്ട് V1 എന്ന് പറയുന്ന ട്രാക്കിലേക്ക് കൊണ്ടുവന്ന് വെക്കുന്നു. V1 ട്രാക്കിൽ വെക്കുമ്പോൾ അതിൻ്റെ ഓഡിയോ ട്രാക്ക് തനിയെ താഴെ വരുന്നത് കാണാം. V2 എന്നുള്ള ട്രാക്കിലേക്കോ അതല്ലെങ്കിൽ V1 ട്രാക്കിൽ തന്നെ തുടർച്ചയായിട്ടോ സീൻ 2ഉം സീൻ 3യും കൊണ്ടുവന്ന് വെക്കുകയാണ് ചെയ്യേണ്ടത്. ഇത്രയും വെച്ച് കഴിഞ്ഞാൽ ഇതിന് ചെറിയൊരു എഫക്റ്റ് കൊടുക്കുന്നതിന് വേണ്ടി ഈ അറ്റത്ത് വരുമ്പോൾ ഒരു സീനിൻ്റെ അറ്റത്തേക്ക് വരുമ്പോൾ അവിടെ റെഡ് ഡോട്ട് കാണാം. അതൊന്ന് ക്ലിക്ക് ചെയ്ത് ഇടതുവശത്തേക്ക് ഒന്ന് ഡ്രാഗ് ചെയ്ത് വയ്ക്കുന്നു. ഒപ്പം തൊട്ടടുത്ത സീനിൻ്റെ ഇടതുവശത്ത് കാണുമ്പോൾ ഒരു ബ്ലൂയിഷ് കളറിലുള്ള ഡോട്ട് കാണാം. അതൊന്ന് വലത്തോട്ട് നീക്കി വയ്ക്കുന്നു. ഇത് ഫെയ്ഡ് ഇൻ ഫെയ്ഡ് ഔട്ട് എഫക്റ്റ് നമ്മുടെ സീനിന് നൽകും. അത് എത്രത്തോളം വേണമെന്നുള്ളത് നമ്മൾ ഡ്രാഗ് ചെയ്യുന്ന രീതിക്ക് അനുസരിച്ചാണ് തീരുമാനിക്കപ്പെടുക. ഇത്രയും ആക്കി വെച്ച് കഴിഞ്ഞാൽ സീനുകൾ 3ഉം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു ടൈറ്റിൽ നൽകേണ്ടതുണ്ട്. അതിനുവേണ്ടി പ്രൊജക്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. ആഡ് ടൈറ്റിൽ ക്ലിപ്പ് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ഇത് ബ്ലാങ്ക് ആയിട്ടാണ് കാണുന്നത്. നമുക്കപ്പോൾ എവിടെയാണ് ഇത് വരിക എന്നൊരു ഐഡിയ കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ സീൻ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് ഈ ഒരു ഭാഗം ഒന്ന് നീക്കി വെച്ച് കൊടുക്കുന്നു. അതിനുശേഷം പ്രൊജക്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ടൈറ്റിൽ ക്ലിപ്പ് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഈ ടി എന്നുള്ളത് ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് ടൈപ്പ് ചെയ്യുന്നു. ടൈപ്പ് ചെയ്യുന്നത് ലൂണ എന്നുള്ള പേരാണ് കൊടുക്കുന്നത്. ലൂണ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇവിടെ കളർ വേണമെങ്കിൽ നമുക്ക് മാറ്റാവുന്നതാണ്. ഞാൻ റെഡ് കളർ വെച്ച് കൊടുക്കുന്നു. സൈസ് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ടൈപ്പ് ചെയ്ത് മാറ്റാം, അല്ലാതെയും മാറ്റാം. ഞാനൊരു 50 എന്ന സൈസ് കൊടുക്കുന്നു. താഴെ ഷാഡോ എഫക്റ്റ് കൊടുക്കുന്നു. ടൈപ്പ് റൈറ്റർ എഫക്റ്റും കൊടുക്കുന്നു. അതിനുശേഷം ക്രിയേറ്റ് ടൈറ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ പുതിയൊരു ടൈറ്റിലിൻ്റെ ക്ലിപ്പ് വന്നിരിക്കുന്നത് കാണാം. അത് V2 അഥവാ വീഡിയോ 2 എന്ന് പറയുന്ന ട്രാക്കിലേക്ക് ഞാൻ കൊണ്ടുവന്നിടുകയാണ്. ഇനി ഇവിടെ ഒന്ന് പ്ലേ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ലൂണ എന്നുള്ള പേര് വരുന്നു. അതിനുശേഷം സീൻ 1 കഴിഞ്ഞു, സീൻ 2ലേക്ക് വരുന്നു. വീണ്ടും സീൻ 3ലേക്ക് വരുന്നു. ഇവിടെ ഇത് ടൈറ്റിൽ ഫുൾ ടൈം വരണ്ട അല്ലെങ്കിൽ എത്രത്തോളം വരണം എന്നുള്ളത് നമുക്ക് ഇവിടെ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ വേണമെങ്കിൽ പറ്റും. ഇവിടെ ഞാൻ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി ചെയ്യാനുള്ളത് ഇത് റെൻഡർ ചെയ്യുക എന്നുള്ളതാണ്. പ്രൊജക്റ്റിൽ പോകുന്നു, റെൻഡറിൽ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ ഫയൽ നെയിം മാറ്റി കൊടുക്കുന്നു, ലൂണ എന്ന് കൊടുക്കുന്നു. ഇത് വീഡിയോ ഫയലിലേക്കാണ് വരുന്നത്. അതിന് പകരം ഞാൻ എന്ത് ചെയ്യുന്നു, ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. സേവ് അടിക്കുന്നു, റെൻഡർ ടു ഫയൽ അടിക്കുന്നു. ഇവിടെ ടൈം കാണിക്കുന്നുണ്ട്. ഫയൽ എത്രത്തോളം വലുപ്പം ഉണ്ടാകുമോ അതിനനുസരിച്ച് ടൈമും കൂടുതലെടുക്കും. ഇവിടെ അത് പൂർത്തിയാവാറായിട്ടുണ്ട്. പൂർത്തിയായ മെസ്സേജ് വന്നു. ഡെസ്ക്ടോപ്പിലേക്ക് പോകാം. ഇവിടെ ലൂണ എന്ന് പറഞ്ഞ വീഡിയോ വന്നിട്ടുണ്ട്. ഓപ്പൺ ചെയ്യുന്നുണ്ട്. Thank you.